എന്നെ കണ്ട നിന്റെ അച്ഛൻ ഇഷ്ടാവൂടി പെണ്ണേ. ഇഷ്ടപ്പെടും. ബട്ട് നീ പെട്ടെന്ന് മുന്നിൽ വന്ന് നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് വിചാരിക്കും? എന്താകാനാ, ഒരു നല്ല ചെറുക്കനെ കിട്ടിയെന്നോർത്ത് സന്തോഷിക്കും. വേഷം കെട്ട് കാണിക്കില്ലേ? പറയുന്നു കേക്ക്, നീ വരണ്ട. എന്നാ ശരി, വിട്ടേക്ക്, ഞാൻ വരുന്നില്ല. നീ തന്നെ സംസാരിക്ക്. ആരാ? പ്രിയ ഉണ്ടോ? നിങ്ങളാരാ? ജീവ, പ്രിയയുടെ ഫ്രണ്ടാ. ഓ, കം. അതെ. ആ, കുടിക്കാൻ എന്താ വേണ്ടത്? കാപ്പിയോ ചായയോ? ജ്യൂസ് ഉണ്ടെങ്കിൽ മതി. ജ്യൂസ് കൊണ്ടുപോവാ. ആ മോളെ, പ്രിയടുത്ത് പോയി ജീവ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നേ. ഓ, അങ്ങനെയാണോ? ഇരിക്കെ, ഞാനിപ്പോ വരാം. ചേച്ചി, ചേച്ചി കാണാൻ ജീവ എന്ന് പറയുന്ന ഒരാൾ വന്നിരിക്കുന്നു. എന്താ കാര്യം? പറഞ്ഞോ. കുഴപ്പമൊന്നുമില്ല, എന്താന്ന് വെച്ചാ പറഞ്ഞോ. അല്ല, അത് ഹായ് ജീവ. ഹായ്. എന്തൊക്കെയുണ്ട്? ഫൈൻ. ആ അച്ഛാ, സുധയുടെ ഫ്രണ്ടാ. കഴിഞ്ഞ മാസം അവളുടെ കല്യാണത്തിന് പോയപ്പോ പരിചയപ്പെട്ടതാ. എന്താ എന്താ പ്രിയ? ഞാനിപ്പോ വരാച്ചാ, നിങ്ങൾ സംസാരിച്ചിരിക്കേ. പറഞ്ഞോ, ക്രിമിനലോ സിവിലോ? രണ്ടുമല്ല സാറേ. പിന്നെ ഒരു മിനിറ്റ്. ഹലോ, പറയ രവി. എടാ പൊട്ടാ, നിന്നോടല്ലേ ഞാനിവിടെ വരണ്ടാന്ന് പറഞ്ഞേ. നീ എന്തിനാ പേടിക്കുന്നേ? പ്ലീസ് ടാ, അച്ഛനോട് നമ്മുടെ കാര്യങ്ങളൊന്നും പറഞ്ഞേക്കല്ലേ. സാറേ, ഒരു ലാൻഡ് ഇഷ്ടമായി, അഡ്വാൻസ് കൊടുക്കാന്ന് പറഞ്ഞ ഫ്രണ്ട് വേണ്ടെന്ന് പറയാ. അയ്യോ, ഇഷ്ടപ്പെട്ട അഡ്വാൻസ് കൊടുത്തേക്കണം, ഇല്ലെങ്കിലേ കൈമാറിപ്പോവും. ആ, പറഞ്ഞു കേട്ടില്ലേ? സാറും പറഞ്ഞു കൈമാറിപ്പോന്ന്. ഏയ് ജീവ പ്ലീസ് ടാ, ഞാൻ പറയണ കേക്കില്ലേ? എന്റെ പൊന്നല്ലേ. ശരി, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കേ ഓക്കെ, ബൈ. എന്നമ്മേ, ഇവന് സമ്മതിച്ചു. ഫസ്റ്റ് പ്രിയ പ്രപ്പോസ് ചെയ്ത് ചോദിച്ചു നോക്ക്, അല്ലേ? താങ്ക്സ് ആൻറ്റി. പ്രിയ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതോ ചെറുക്കനെ നോക്കുന്നെന്ന് പറഞ്ഞു. അതാ നേരിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ കണ്ടോ, എന്നെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നിങ്ങൾക്ക് സമയലാഭം, ഞങ്ങൾക്കാണെങ്കിൽ ടെൻഷനും ഇല്ല. ഹാപ്പി അല്ലേ? ഇതിനല്ലേ നീ ഇത്രയും പേടിച്ചത്? നീ പറയുന്നതൊക്കെ ശരിയാണ് മോനെ. ഇപ്പോഴത്തെ പിള്ളേർ തിരക്ക് പിടിച്ച് പ്രേമിക്കുകയാണ്. ചിലർ പേരൻസിനെ പോലും അറിയിക്കാതെ കല്യാണവും കഴിച്ച് ജീവിക്കുകയാണ്. എല്ലാം പെട്ടെന്ന് നടക്കണമെന്നുള്ള ഒരു ആവേശമാ മോനെ. അതുകൊണ്ടാ പെട്ടെന്ന് പിരിയേണ്ടി വരുന്നത്. കോടതിയിൽ വന്ന് കാണ്, 85% ഡൈവോഴ്സ് കേസ് അപ്ലൈ ചെയ്യുന്നവര് പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. ഈ ലവ് മാരേജ് ഒന്നും നിലനിൽക്കില്ല മോനെ. അതുകൊണ്ട് അറേഞ്ച് മാരേജിനെ കുറിച്ച് സംസാരിക്കാൻ വന്നേ. ശരിയാണ്, പക്ഷേ ഈ ലവ് ടു അറേഞ്ച് മാരേജിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നറിയോ? ഏത് മാരേജിലെ പ്രശ്നമില്ലാത്ത? നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ പ്രശ്നങ്ങൾ വന്നിട്ടില്ലേ? ശരിയല്ലേ അമ്മേ? ഞാനെന്ത് പറയാനാ മോനെ, കല്യാണം കഴിഞ്ഞ പുതുമയില് ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്നെ എന്തുമാത്രം തല്ലിയിട്ടുണ്ടെന്നറിയാമോ? ഓ, ഇവൾക്ക് ഈ പഴയ കഥ പറയാനേ നേരമുള്ളൂ. മോൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? പോസ്റ്റിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 6 മാസത്തിൽ കിട്ടും. അച്ഛൻ ടാക്സി വണ്ടി ഓടിക്കുക. വീട് സ്വന്തമല്ലേ? വാടക വീടാ സാറേ. ജോലിയില്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. എന്ത് വിശ്വാസത്തിലാണ് നിനക്ക് എന്റെ മോളെ കല്യാണം കഴിച്ച് ഞാൻ തരേണ്ടത്? തീർച്ചയായും ജോലി കിട്ടും എനിക്ക്. എങ്ങനെ വിശ്വസിക്കും? വിശ്വാസമല്ല ജീവിതം. ഫസ്റ്റ് ടൈം പ്രിയ കണ്ടപ്പോ എനിക്കുള്ളതാന്ന് തോന്നി. അവള് വിളിക്കുമെന്ന് വിശ്വസിച്ചു. ദേ, അതിവിടെ വരെ എത്തിച്ചു. വിശ്വാസമാണ് ജീവിതമെന്ന്. ശരി, 6 മാസം കഴിഞ്ഞ് ഒരു ജോലി നേടിയിട്ട് വാ. അതുവരെ എന്റെ മോള് നിന്നെ പ്രേമിക്കുകയും നീയും അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പ തീരുമാനിക്കാം കാര്യങ്ങളൊക്കെ. ഓക്കെ? എന്താ സാറേ, 6 മാസം വരെ നീണ്ടുപോകില്ലെന്നാണോ? പ്രിയ എനിക്ക് വേണ്ടി ജനിച്ചതാ, തീർച്ചയായും എനിക്ക് കിട്ടും. എനിക്ക് വിശ്വാസമുണ്ട്. എന്നാ വരട്ടെ. ബൈ പ്രിയ, പോയിട്ട് വരാമോ? അച്ഛാ, ഞാൻ പറഞ്ഞു വിട്ടിട്ട് വരാം. എടാ പൊട്ടാ, അവിടെ നിക്ക്. എന്ത് പണിയായി കാണിച്ചേ? പ്രോബ്ലം സോൾവ് ആയില്ലേ? മനസ്സിൽ എന്ത് തോന്നിയാലോ അത് അപ്പം തന്നെ ചോദിച്ചിരിക്കണം. അത് ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ് പലതും നമുക്ക് നഷ്ടമാകുന്നത്.
ഞാൻ നിന്നെ മറ്റാർക്കും കൊടുക്കില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഈ കുസൃതി കളിയൊന്ന് മാറ്റിയിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നവരെ ഒരു ജോലിക്ക് പൊയ്ക്കൂടെ? മേഡം ആഗ്രഹിച്ചതല്ലേ. സാറ് ജോലിക്ക് പോക്കോളാം. അതെ അമ്മവാ, ജീവ ജോലിക്ക് പോകാൻ തുടങ്ങി. എടാ രവി, ദിവസം രാവിലെ എങ്ങനെ കുളിക്കുന്നേ? എന്റെ അടിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ? ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ. ആ, എവിടെ അടിക്കുന്നു? ആ, എന്താ അമ്മാവാ? എന്താടാ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി? ആ, പോവുക. ബാങ്കിലെ ജോലിയാ. നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടാ ഒരാൾ ബാങ്ക് ജോലിക്ക് പോകുന്നത്. കേട്ടപ്പോ തന്നെ സന്തോഷം തോന്നിയടാ. തുടങ്ങിയോ? ആരാ അമ്മാവ പറഞ്ഞേ? വേറെ ആര് പറയാനാ, നിന്റെ അമ്മ തന്നെയാ രാവിലെ വിളിച്ചു. ഈ ടൈ കെട്ടുന്ന ഒരു കല തന്നെ. അതൊരാളെ ഞാൻ ഇറങ്ങാൻ പോവാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് രാളിയാ. ഇങ്ങതാടാ. നിങ്ങൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തൽക്കാലം അദ്ദേഹം ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വിളിക്കുക. കോപ്പെ ഫോൺ വെക്കടാ. ജോലിക്ക് പോകാൻ ഇറങ്ങിയോ? നിന്റെ നാളും രാശിയും പറ. നമ്മുടെ കല്യാണത്തിന് ഇപ്പൊ തന്നെ ജാതകം നോക്കണോ? അനീതിയുടെ കല്യാണം കഴിയട്ടെ പ്ലീസ്. നിന്റെ പേരിൽ അർച്ചന ചെയ്യാൻ ഞാൻ അമ്പലത്തിൽ വന്നതാ. ഓ, കർക്കിടക രാശി, കർക്കിടക രാശി, പൂയ നക്ഷത്രം, പൂയ നക്ഷത്രം. ഐ ലവ് യു. ഐ ലവ് യു. താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. ആരാ പറഞ്ഞേ? പ്രിയ പറഞ്ഞേ. അവളും തുടങ്ങിയോ? എന്താടാ ഞങ്ങള് പറഞ്ഞ കേക്കില്ലല്ലേ? ഹലോ 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 ഹലോ, സിഗ്നൽ ഇല്ലെന്നാ തോന്നുന്നു കേട്ടോ. ജീവ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക്സ് ചേച്ചി. അമ്മ പറഞ്ഞായിരുന്നു നീ ഇന്ന് ജോലിക്ക് പോകുന്നു. ശരിയാ ചേച്ചി. അപ്പൊ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വരില്ല ചേട്ടാ? നിനക്ക് നിന്റെ പ്രശ്നമല്ലേ. വരട്ടെ ജീവ. പോയിട്ട് വാ. വാടാ. നന്നായി വരും മോനെ. എന്റെ മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ത് ജോലിയാണെങ്കിലും അത് സത്യസന്ധമായി ആത്മാർത്ഥതയോടെ ശരി, ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് അച്ഛാ. ഒത്തിരി സ്പീഡിൽ വണ്ടി ഓടിക്കണ്ട. റോഡ് മൊത്തം കുണ്ടും കുഴിയാ. കേട്ടല്ലോ അച്ഛാ. അയ്യോ, എടുത്തു വെച്ചതാ, മറന്നുപോയി. ഇതാ അമ്മേ. ഇനിയും വേണോടാ? വാങ്ങിയില്ലേ? പുറപ്പെടാൻ നോക്ക്. എന്നാലും ആ കൈ കൊണ്ട് തരുന്ന പോലെ വരുമോ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. മോനെ, ഇഷ്ടം പോലുണ്ട്, മേടിക്ക്. ഇത് വെച്ചോ. 20 രൂപയോ? പൈസ അടയ്ക്കാതെ വണ്ടിയെല്ലാം ബാങ്കിൽ ഏൽപ്പിക്കണം. അമ്മേ, എന്താ ഇത്? എന്താ കാര്യം? ഒരു പ്രശ്നം. ഗാന്ധിജിയുടെ കണ്ണാടി പൊട്ടിന്ന് വിചാരിച്ചേ. കുഴപ്പമില്ല. എന്ത് സിസ്റ്റർ, ചെയ്യാനാ, വേണ്ടേ? സിസ്റ്റർ. ശരി, ഞാൻ പോവാ. എടി എടി സിസ്റ്റർ, ചേട്ടൻ ആദ്യത്തെ മാസത്തെ ശമ്പളം കൊണ്ട് വരുമ്പോ ചേട്ടാ എനിക്ക് അത് വേണം ഇത് വരെ നീ ചോദിച്ചാണ്ടല്ലോ. ആ, വീട്ടിലെ കളക്ഷൻ തുടങ്ങി. വന്നിട്ട് തരാം ഞാൻ. അങ്ങോട്ട്. ഞാൻ പാമ്പാടിക്ക് പോടാ. എന്താ ചേച്ചി രാവിലെ തന്നെ കെട്ടിയവനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ജോലിക്ക് പോകുന്നോണ്ടുള്ള അഹങ്കാരാണോ? കാ 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 കാ. എന്ത് സംഭവം? അല്ലേ? സാർ അവിടെ എന്താ നോക്കിയ? എന്താ അവിടെ? ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നിരിക്കുക. സർ, സർ, 1 സെക്കൻഡ് പ്ലീസ് സർ. എന്തൊരനിയായി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നവനെയൊന്നും പോലീസിന് വിട്ടുകൊടുക്കരുത്. സൗദിയിലെ പോലെ പരസ്യമായിട്ട് ഇവനെയൊക്കെ കെട്ടിത്തൂക്കി കൊല്ലണം. എങ്കിലേ നന്നാവൂ നാട്. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ദേഷ്യപ്പെടുന്നത്? നാട്ടിലുള്ള പ്രശ്നമല്ല, നീ കളക്ഷൻ കൂട്ടിച്ചേർക്കല്ലേ. ഞാൻ പോവുക. സാറുണ്ടോ? അങ്ങേരില്ല, ഓഫീസിൽ പോയിരിക്കുക. എന്നോട് രാവിലെ വരാൻ പറഞ്ഞ. വൈകുന്നേരം വരുള്ളൂ. സാറജന ICBI രവിയാ സംസാരിക്കുന്നത്. സാർ അതൊന്നും എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല, മാനേജരോട് സംസാരിക്കേ. വണ്ടി ഞാൻ പൊക്കി കൊണ്ടുപോകും. ആ അതെ, ഒന്ന് നിൽക്കണേ, ഞാനിപ്പോ വരാം. എനിക്ക് വേറെ ജോലിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എന്താ നിങ്ങളെ വേലക്കാരനാണോ? നിങ്ങൾ പണം അടക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ വണ്ടി പൊക്കി കൊണ്ടുപോകും. നിങ്ങൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഓണർ ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും സമയമില്ല. ഇന്ന് മൊത്തം ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. പൈസ മേടിക്കാൻ പോകുന്ന പ്രശ്നമില്ല. വാടാളിയാ. ഇന്നത്തെ കളക്ഷൻ എത്ര ഉണ്ട്? 5 കളക്ഷൻ അളിയാ. സൂപ്പർ ആടാളിയാ. ആ, നാളെ തരാന്ന് പറഞ്ഞു. ഒരു കളക്ഷൻ പോലും നിനക്ക് കിട്ടിയിരുന്നോ? ആദ്യം നീ എവിടെയാ പോയത്? എക്സ്ക്യൂസ് മീ സാർ, ഐ എം കമ്മിങ് ഫ്രം ICICI ബാങ്ക്. എനിക്ക് മിസ്റ്റർ മഹേഷിനെ ഒന്ന് കാണാൻ പറ്റുമോ? ആരാത്? മേ ഐ മീറ്റ് ടു മിസ്റ്റർ മഹേഷ് പ്ലീസ്? എന്താ സാർ, ഞാനാ മഹേഷ്. അല്ല ചേട്ടാ, ICICI ബാങ്കിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. നിങ്ങൾ 3 മാസമായിട്ട് ലോൺ അടയ്ക്കുന്നില്ലല്ലോ. സാർ. അത് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. സാർ, രാത്രി എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതായി
ഉണ്ടായിരുന്ന കാശ് മുഴുവൻ ആശുപത്രിയിൽ ചെലവായി. എന്താ ഏട്ടാ പറയുന്നേ? സാർ 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 പ്ലീസ് സാർ. കൊച്ചിനെന്താ പറ്റിയേ? ചക്കരക്കുട്ടി ഇവിടെയാണ് കുത്തിയ മോളെ. സാരമല്ലോ കേട്ടോ. എന്താ മോക്ക് വേണ്ടേ? അത് വേണോ? ഒന്നിങ്ങ് തന്നെ. ഇനി എന്താ വേണ്ടേ? ചോക്ലേറ്റ് വേണോന്ന്? ആ, ഒരു ബിസ്ക്കറ്റ് കൂടെ തന്നേക്ക്. ഇന്ന് ഇത് പിടിച്ചോ മോളെ. എന്റെ മോനെ, നീ ഇല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകും കേട്ടോ. എടാ കളിയാക്കാതടാ, വെറും പാവങ്ങളാ. ആൺകൊച്ചു വേണമെന്ന് പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് 3 വലിയ പെൺകുട്ടികളും ഒരു ചെറിയ പെൺകുട്ടി. അവന്റെ റേഷൻ കാർഡിൽ നിന്റെ പേരും കൂടെ ചേർത്ത് വിടാൻ മേലായിരുന്നോ? പിന്നെ നീ എവിടെയാ പോയത്? സാർ അച്ഛനല്ലേ ഓഫീസിൽ പോയിരിക്കാം, വൈകിട്ടേ വരുള്ളൂ. മോനെ 1 മണിക്ക് കളക്ഷൻ ക്ലോസ് ചെയ്യും. അമ്മയെ വിളിക്കും, ഞാൻ കാശ് മേടിച്ചിട്ട് പൊക്കോളാം. അയ്യോ, അവൻ വലിയ അടിയാണ് അടിച്ചത്. ആരാ അടിച്ചേ? എടാ നീ അവിടെ കിടക്കടാ, എങ്കിലേ ഒരു 6 സ്കോർ എന്താ? ആഹാ, ഈസി ആയിട്ട് ജയിക്കാല്ലേ? കൈ അടിക്കടാ. അമ്മേ ചോറെടുത്തോണ്ട് വരട്ടെ, കഴിക്കാവോ? കുറച്ച് കഴിഞ്ഞു മതിയടി, ഞാൻ കളിയൊന്ന് കണ്ടോട്ടെ. ഈ വയസ്സാം കാലത്താ ക്രിക്കറ്റ്. അയ്യോ, കഴിച്ചാലേ ജീവനോട് ഇരിക്കൂ. ഒരു ബോളില് 4 റൺ വേണം. ഞാൻ ദൈവത്തിനെ വിളിച്ചു. എന്റെ ഗുരുവായൂരപ്പാ, ഈ പ്രാവശ്യമെങ്കിലും ഇന്ത്യക്കാരൊന്ന് ജയിച്ച് കണ്ടാ മതിയായിരുന്നു. കാശ് വാങ്ങിച്ചിട്ടാണ് തോറ്റു പോകുന്നു. മോനെ കരയണ്ടടാ, അടുത്ത മാച്ചിൽ നമുക്ക് ജയിക്കാം. ചേട്ടാ ഇത് തന്നെ ചേട്ടാ ഫൈനല്. ഫൈനലാണ്. അയ്യോ ഇന്ത്യ തോറ്റേ. എന്നിട്ടെന്തായി? എല്ലാം പോയി. ഇന്ത്യ തോറ്റുപോയടാ. എടാ, വണ്ടിയുടെ പൈസ ചോദിച്ചോ ഇല്ലയോ? മോനെ മോനെ കരയാണ്ടടാ നീ. വേണ്ട മോനെ, വേണ്ടടാ കരയണ്ടടാ. അതുകൊണ്ടാണ് ക്രിക്കറ്റ് കാണണ്ടെന്ന് പറയുന്നത്. ഇവന്മാരെ എപ്പോ നോക്കിയാലും തോറ്റിട്ടേ ഉള്ളൂ. കരയാനാണെങ്കിൽ ഇതിനേ നേരെ ഉള്ളൂ. കരയാതെ വാ. ഒരു മരണ വീട് പോലെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ കാശ് ചോദിക്കുന്നേ? അതുകൊണ്ട് ഒന്നും ചോദിച്ചില്ല ഞാൻ. എടാ, ഇങ്ങനെയൊന്നും ചോദിച്ച ആരും പൈസ തരത്തില്ല. ബൈക്ക് എടുത്തോണ്ട് പോകുന്നു പറഞ്ഞാലേ കാശ് തരത്തുള്ളൂ. ഞാൻ പറഞ്ഞെന്നേ, ബൈക്ക് പൊക്കൂന്ന് അവരോട് പറഞ്ഞു ഞാൻ. വണ്ടി പൊക്കിക്കൊണ്ട് പോയല്ലേ കുഞ്ഞെ, ഇതെന്റെ മരുമോന് സ്ത്രീധനായിട്ട് കൊടുത്തതാ. ഇത് നിങ്ങൾ എടുത്തോണ്ട് പോയാ എന്റെ മോളെ ഉപേക്ഷിച്ച് അവൻ പോയിക്കളയും മോനെ. ദയവ് ചെയ്ത് ഈ വണ്ടി എടുത്തോണ്ട് പോവല്ലേ മോനെ. ഞാൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പണം അടച്ചേക്കാം. ദയവ് ചെയ്ത് ഈ വണ്ടി കൊണ്ടുപോവല്ലേ മോനെ. കളക്ഷനാണോ അത്യാവശ്യം, അതോ ഒരു സ്ത്രീയുടെ ജീവിതമാണോ? വിഷമല്ലേ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഒരു കളക്ഷനും എടുത്തിട്ടില്ല. ആര്? ഞാനോ? ചെക്ക് മേടിച്ചിട്ടുണ്ട്. നോക്കടാ. ഈ ചെക്ക് കൊട്ടാരക്കര ഗോപാല നമ്പരുടെ ചെക്കല്ലേ ഇത്? അതെ. എടാ, ചിലരുടെ ചെക്ക് ബാങ്കിലിട്ടാ ബൗൺസ് ആവും. ഇവന്റെ ചെക്ക് താഴെ ഇട്ടാലും ബൗൺസ് ആകൂടാ. 10 പൈസ കാണില്ല ഈ അക്കൗണ്ടില്. അവൻ വലിയൊരു ഫ്രോഡാ. ഇവൻ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നതാ പണി. ഒരു കളക്ഷനും ഇല്ലാതാണോ അവിടെ വന്നത്? ആരും തന്നില്ലടാ. മാനേജർ ജോലി എന്ന് പറഞ്ഞു വിടുന്ന ഉറപ്പാ. വാടാ, അവന്റെ ഒരു ടൈ. എങ്ങോട്ട്? എന്താ കളിയാ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ? എന്തെങ്കിലും കുടുംബ പ്രശ്നം കാണും. വിട്ടേക്കടാ, ഈ ജോലി അല്ലെങ്കിൽ വേറൊന്ന്. നീ വിഷമിക്കണ്ട കളിയാ. ധൈര്യം കൈവിടരുത്. എന്നെ കൊണ്ട് കഴി. ചുമ്മാ തിരിയടാ. എന്നെ പറഞ്ഞു വിട്ടതുപോലെയാണല്ലോ നിന്റെ സംസാരം. ജോലി എന്ന് പറഞ്ഞു വിട്ടത് നിന്നെയാടാ. എന്നെ പറഞ്ഞു വിട്ടാ എന്താ, നിന്നെ വിട്ടാ എന്താ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളൂ. നിന്റെ ഡയലോഗ് എനിക്ക് കേൾക്കണ്ട. വെല്ലവന്റെ കൈയും കാലും പിടിച്ച് ഒരു ജോലി മേടിച്ചു തന്നപ്പോ നീ തത്വം പറയുന്നോ? എടാ, ഒരു ജോലിക്ക് വേണ്ടി എത്ര പേര് തെണ്ടി നടക്കുന്നുണ്ടെന്ന് എന്താ പറയുന്നേ? ഞാൻ അവന്റെ കാല് പിടിക്കണമെന്നോ? കാല് പിടിച്ചാൽ നിന്നെ അങ്ങ് എടുക്കുന്നാണോ? ഇത് വേറെ രീതിയിൽ ഡീൽ ചെയ്യണം. വേറെ രീതി എന്ന് പറഞ്ഞ? അതല്ല സാർ, ആദ്യത്തെ ദിവസം ആയണ്ട 2 ദിവസം അവന് കൊടുക്കേ, പിന്നെ അവൻ കളക്ഷനൊക്കെ എടുത്തോളൂ. അതല്ല രവി, അവൻ ആദ്യത്തെ ദിവസം തന്നെ 5-6 കളക്ഷൻ എടുത്തു. ഒരു കളക്ഷനും കൂടി എടുക്കാതെ വന്നാൽ പിന്നെ എങ്ങനെയാ രവി? നീ പറ, നീ ആദ്യത്തെ ദിവസം എത്ര കളക്ഷൻ എടുത്തു? 4 എണ്ണം എടുത്തു സാർ. എടുത്തല്ലോ. മന്ത്ലി കളക്ഷൻ ടാലി ആയില്ലെങ്കിൽ എനിക്കിട്ട് ശരിക്കും പണിമെന്നറിയില്ലേ? ഇവന്റെ മുഖത്തേക്ക് നോക്ക്, ഒരു കൊച്ചു കുട്ടിയെ പോലെയുണ്ട്. ഇവനെയൊക്കെ പേടിച്ചിട്ട് ആരെങ്കിലും കാശ് കൊടുക്കുമോ രവി? സാറ് വിചാരിക്കുന്നല്ല, അവൻ കരാട്ടല്ല, ബ്ലാക്ക് ബെൽറ്റാ. എന്തെങ്കിലും അവിടെ. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്. അയ്യോ, എന്റെ ഭാര്യ വിളിക്കുന്നേ. വെള്ളടിക്കുന്നതിന് മുമ്പ് വിളിക്കണമെന്ന് ഓർത്താ, ഞാൻ മറന്നുപോയി. രവി,
വേണ്ട വേണ്ട, നീ സംസാരിച്ചാൽ കണ്ടുപിടിക്കും. നീ സംസാരിക്കും. സാർ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാണ്, അതുകൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറ. കേട്ടല്ലോ? ശരി, പോ. നിക്ക് സാർ, ഇവിടെ വെച്ച് ഓൺ ചെയ്യില്ലേ? ഈ ശബ്ദമൊക്കെ കേട്ടാൽ അവൾക്ക് മനസ്സിലാകും. പുറത്തു പോയി സംസാരിക്കും. ട്രാഫിക് സൗണ്ട് കേട്ടാലേ അവൾ വിശ്വസിക്കൂ. പോ. ഓക്കെ സാർ. സാറേ, സാറിന്റെ ഭാര്യ ഭയങ്കര സാധനം കേട്ടോ. സാർ ഇവിടെ തന്നെയാണെന്ന് കണ്ടുപിടിച്ചു. എന്താടാ ഇത്? ഞാൻ പറഞ്ഞു തന്നെയല്ലേ നീ പറഞ്ഞു? അതെ സാറേ, സാറ് പറഞ്ഞ പോലെ പറഞ്ഞു. സംശയമാണ് ചോദിക്കില്ല. ലൈനിലുണ്ട്. ഓ, എന്താടാ ഇത്? ഇങ്ങതാ. പറയടി. കസ്റ്റമർ ഒരുപാട് നിർബന്ധിച്ചപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ എന്താടാ ചെയ്തേ? സത്യമായിട്ട് നിന്നോട് ചോദിക്കാതെ ഞാൻ വെള്ളടിക്കത്തില്ല. ഇല്ലെന്നേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഇപ്പൊ എന്താ വേണ്ടേ? നീ എന്നെ എന്ത് ചെയ്യുന്ന? കുറെ നേരമായാലും നീ തുടങ്ങിയിട്ട്. എല്ലാം നീ കാരണം. നിന്നെ പോലെ ഒരുത്തിനും കൂടെ ജീവിക്കാനേ പറ്റില്ല. മതിയായിടി, തീർത്തേക്കാം. ഇതോടെ തീർത്തേക്കാം. അതേടി, ഡൈവോഴ്സ് അല്ലേ? തന്നേക്കാടി. നിന്റെ ആങ്ങളെ എന്നെ എന്ത് ചെയ്യുന്നു? എന്താടാ, ഒരു കുടുംബം തകർത്തപ്പോ സമാധാനമായോ? ഞാനോ? നീ അല്ലാതെ. വരുന്നുണ്ട്. നമ്മുടെ പെണ്ണുമ്പിള്ളമാരാണ് നമ്മൾ കല്യാണത്തിന് പോയിട്ടില്ലെങ്കിൽ ഒരുപാട് ഇതാക്കാം. സാറേ, വെള്ളം മതിയൊന്ന് നോക്കിക്കേ.